പാലക്കാട് വടക്കഞ്ചേരിയിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നടക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നീക്കം. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പള്ളി പിടിച്ചെടുക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടഞ്ഞു. തഹസിൽദാർ ഇരു വിഭാഗങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം താത്കാലികമായി അവസാനിപ്പിച്ചു. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ താൽക്കാലിക പ്രശ്നപരിഹാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചയിലായിരുന്നു. ഇപ്പോൾ ഞാനുള്ള ഈ വടക്കഞ്ചേരിയിലുള്ള എരുക്കുംചിറ പള്ളിയടക്കം മംഗൾ ഡാം, ചെറുകുന്നം പള്ളികളിലാണ് ഇത്തരത്തിലുള്ള തർക്കം നിലനിന്നിരുന്നത്. ഇന്ന് പുലർച്ചെ ഒരുപക്ഷെ ഈ യാക്കോബായ വിഭാഗം എത്തി പള്ളി അനുകൂലമായി വന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിനാണ്. സ്വാഭാവികമായിട്ടും അവരെത്തി ഈ പള്ളി പിടിച്ചെടുത്തേക്കും എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലുള്ള മുഴുവൻ സ്റ്റേഷനുകളിൽ നിന്നും ഈ ഭാഗങ്ങളിലേക്ക് പോലീസുകാരെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എരുക്കുംചിറ പള്ളിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇരു വിഭാഗങ്ങളും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ വിധിയാണ് വന്നത്. 26-നുള്ളിൽ പള്ളികൾ പിടിച്ചെടുത്ത ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നാണ് ഉത്തരവിട്ടിരുന്നത്. ഈ യാക്കോബായ വിഭാഗം കൂടുതലുള്ള ഈ പള്ളിയിൽ ഒരു കാരണവശാലും തങ്ങൾ സ്ഥാപിച്ച തങ്ങളുടെ വിശ്വാസം പിന്തുടർന്നു പോരുന്ന പള്ളി വിട്ടു നൽകില്ല എന്നുള്ള നിലപാടാണ് വൈദികർ സ്വീകരിച്ചത്. കോടതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, കോടതി വിധി അംഗീകരിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം വരുന്ന ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പള്ളി ഏത് വിശ്വാസത്തിൽ സ്ഥാപിച്ചുവോ അതേ വിശ്വാസത്തിൽ തന്നെ തുടർന്ന് പോകണമെന്ന് തന്നെയാണ്. എന്നാൽ കോടതി വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും അത് ഈ പള്ളി വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വാദവും. നിലവിൽ ഇന്ന് കോടതി വയലേഷൻ മറുഭാഗം കാണിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊരു സംഘർഷ സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അവരെ തടഞ്ഞ ആളുകളുടെ പേരിൽ FIR ഇട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതനുസരിച്ചിട്ട് അവരപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർ താൽക്കാലികമായിട്ട് ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളതാണ്. 26-ാം തീയതി വീണ്ടും കേസുണ്ട്. അപ്പോൾ 26-ാം തീയതി കേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓർത്തഡോക്സ് വിഭാഗത്തോട് തിരികെ പോകണമെന്ന് തഹസിൽദാർ ആവശ്യപ്പെട്ടു. കോടതി വിധി നടപ്പാക്കണമെന്നാണ് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികർ പറയുന്നത്. എന്തായാലും ഈ ചർച്ച പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗവും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും 26 വരെയാണ്. 26-നുള്ളിൽ പള്ളി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ മംഗൾ ഡാമിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഒരു പ്രതിഷേധത്തിന് അരികിൽ വരെ എത്തിയെങ്കിലും പോലീസും മറ്റും ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കുകയായിരുന്നു. രാജീവ് സുദേവിനൊപ്പം വടക്കഞ്ചേരിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.